അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഭാഷാപ്രയോഗത്തിൽ വരുന്ന പൗനരുക്ത്യ ദോഷം എന്ന് പറയുന്ന വൈകൃതത്തെക്കുറിച്ചിട്ടാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വേറൊരു ഭാഷാ വൈകൃതമാണ്. അതെന്താണെങ്കിൽ വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരി വലിച്ച് എഴുതുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പറയേണ്ട കാര്യം അക്ഷരങ്ങളെ കൂടുതലായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നേരത്തെ പൗനരുക്തി ദോഷത്തിൽ നമ്മൾ കണ്ടത് ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളെ അടുത്തടുത്ത് ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് അക്ഷരങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാകും. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോഴും അതുപോലെ എഴുതുമ്പോഴും ഒക്കെ കാണുന്നതാണ് ആനയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ വലുതായ ആന, വലിയതായ ആന എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു പദപ്രയോഗത്തിൻ്റെ ആവശ്യമുണ്ടോ? വലിയ ആന എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ലേ? അപ്പം അവിടെ വലിയ ആനയാണ് ശരി. വലുതായ ആന, വലിയതായ ആന എന്നൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വകുപ്പിൽപ്പെടുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് ഉൾ എന്ന് പറയുന്ന ഒരു ഗിലധാതു ഉണ്ട്. അപ്പം ഗിലധാതു ഉൾ. അപ്പോൾ അതിനെ ആവശ്യമില്ലാതെ തലങ്ങും വിലങ്ങും ഉപയോഗിക്കുന്ന ഒരു രീതി മലയാളത്തിലുണ്ട്. അതിൻ്റെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതിനുള്ള കാരണം. അപ്പോൾ ഈ അവിടെ വരുന്ന ഉൾ എന്നുള്ള പ്രയോഗം അതിൻ്റെ ആവശ്യമില്ല. അതിനുള്ള കാരണം എന്ന് പറയണ്ട, അതിനു കാരണം എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ സഹജമായുള്ള മതാസക്തി, അവിടെയും ഉൾ വരുന്നുണ്ട്. സഹജമായുള്ള മതാസക്തി, അതിൻ്റെയും ആവശ്യമില്ല. അത് തെറ്റായ പ്രയോഗമാണ്. സഹജമായ മതാസക്തി അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അപ്പം ഗിലധാതുക്കളുടെ പ്രയോഗങ്ങൾ ആവശ്യമില്ലാതെ മലയാളത്തിൽ വരുന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിനുള്ള കാരണം, സഹജമായുള്ള മതാസക്തി എന്നിങ്ങനെയുള്ള രണ്ട് ഉദാഹരണങ്ങൾ. ഇനി ഈ വകുപ്പിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് വിധി, കൃത്യം, ശീലം എന്നിവയെ കാണിക്കുന്ന വിധായക പ്രത്യയം തെറ്റായി പ്രയോഗിക്കണമെന്നുള്ളത്. അപ്പം വിധായക പ്രത്യയത്തിനുള്ള എപ്പോഴാണ് വിധായക പ്രത്യയങ്ങൾ ഉപയോഗിക്കുക? വിധി, കൃത്യം, ശീലം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധായക പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിലധാതു എന്ന് പറയുന്നതും ഈ വിധായക പ്രത്യയം എന്ന് പറയുന്നതൊക്കെ മലയാളം ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പം നിങ്ങളതിനകത്തോട്ട് കാര്യമായിട്ട് പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അത് ഡീറ്റെയിൽ സ്റ്റഡി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വിധായക പ്രത്യയം മലയാളത്തിൽ ഉപയോഗിക്കലുണ്ട്. അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു വിധിയെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യത്തെ, ഒരു ശീലത്തെക്കുറിച്ച് പറയാൻ ഒക്കെയാണ് ഈ പറയുന്ന വിധായക പ്രത്യയം ഉപയോഗിക്കുന്നത്. അത് പലയിടത്തും തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ക്രിസ്തുദേവൻ്റെ ത്യാഗം പരിപാവനമായിട്ടുള്ളതാണ്. അപ്പം അത് ആ പ്രയോഗത്തിനകത്ത് തെറ്റുണ്ട്. ക്രിസ്തുദേവൻ്റെ ത്യാഗം പരിപാവനമായിട്ടുള്ളതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അക്ഷരങ്ങൾ അടുത്തടുത്ത് ഇങ്ങനെ ആവശ്യമില്ലാതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുദേവൻ്റെ ത്യാഗം പരിപാവനമാണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പം അതാണ് ഇവിടെ വിധായക പ്രത്യയത്തിന് ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഒരു വിധിയെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ശീലത്തെ കാണിക്കുന്ന ക്രിസ്തുദേവൻ്റെ ത്യാഗം പരിപാവനമായിട്ടുള്ളതാണ് എന്നുള്ള പ്രയോഗം. അപ്പം അതിന് പകരം ക്രിസ്തുദേവൻ്റെ ത്യാഗം പരിപാവനമാണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഇനി ഇതിനകത്ത് വരുന്ന നാലാമത്തെ കാര്യമാണ് മുറ്റുവിന, വിനയച്ചം. ഇപ്പം മുറ്റുവിന എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ അത് എന്താണാവോ വിചാരിക്കും. അതൊരു പൂർണ്ണക്രിയേനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇനി വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർണക്രിയയാണ്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അത് എന്തോ ആയിക്കോട്ടെ. അപ്പം അതിനകത്തോട്ട് നിങ്ങൾ ആഴത്തിലോട്ട് പോകണ്ട. നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. മുറ്റുവിന, വിനയച്ചം ഇവിടെയൊക്കെ
തെറ്റായിട്ട് പലയിടത്തും ഈ രണ്ട് കാര്യങ്ങളും പ്രയോഗിക്കുന്നതായിട്ട് കാണാമെന്ന്. ഈ ക്രിയാപ്രയോഗങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ. അപ്പോൾ ഈ ടേയുടെ പ്രയോഗം അതിൻ്റെ ആവശ്യമില്ല. ഒരു പാഠം പഠിപ്പിച്ചേ വിടൂ, അത്ര മതി. അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഒരു പാഠം പഠിപ്പിച്ചേ വിടൂ. അതിന് പകരം ആവശ്യമില്ലാതെ ഈ ക്രിയേനെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് വൈകൃതമാക്കാറുണ്ട്. ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ എന്ന് പറയാറുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെറ്റുകളാണ് കേട്ടോ. അപ്പം അത് തെറ്റാണ്. ഒരു പാഠം പഠിപ്പിച്ചേ വിടൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇത് നാലുമാണ് വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരി വലിച്ചെഴുതുന്ന ഭാഷാ പ്രയോഗത്തിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ ഈ 4 ഉദാഹരണങ്ങളും ഞാൻ ഒന്നുകൂടെ പറയാം. വലുതായ ആന, വലിയതായ ആന എന്നുള്ള ഒരു ഉദാഹരണം. രണ്ടാമത് ഉൾ എന്ന ഗിലധാതുവിന് ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് വിധി, കൃത്യം, ശീലം എന്നിവയെ കാണിക്കുന്ന വിധായക പ്രത്യയത്തെ തെറ്റായി ഉപയോഗിക്കുന്നു. നാലാമതായിട്ട് മുറ്റുവിന, വിനയച്ചം മുതലായവയുടെ തെറ്റായ പ്രയോഗങ്ങൾ. അപ്പം ഈ ഭാഷാ പ്രയോഗത്തിൽ വരുന്ന മൊത്തത്തിൽ 2 ഹെഡിങ്ങൾ നമ്മൾ തീർന്നു. ഒന്ന് പൗനരുക്തദോഷം തീർന്നു. രണ്ടാമത് വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരി വലിച്ചെഴുതുന്ന രണ്ടാമത്തെ വൈകൃതത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.